Good evening students. Welcome to a lecture series of quantum mechanics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് മറ്റൊരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്ക്വയർ പൊട്ടൻഷ്യൽ ബാരിയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൈനൈറ്റ് സ്ക്വയർ വെൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ബാരിയർ പെനട്രേഷനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനോമിന എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്ന ഫിനോമിന. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഡിഗ്രി തലത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ടണലിംഗ് ത്രൂ എ പൊട്ടൻഷ്യൽ ബാരിയർ, ഇതൊക്കെ നമ്മൾ ഡിഗ്രി തൊട്ടേ പഠിക്കുന്നതാണ്. അത് ഈ ഒരു എക്സാമ്പിളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ കൺസിഡർ എ സ്ക്വയർ പൊട്ടൻഷ്യൽ ബാരിയർ ലൈക്ക് ദിസ്. So this is origin and we are plotting a graph between v of x and x, and this point is v0, and here this point can be treated as a. So there are three regions: region 1, region 2 and region 3. In region 1 potential is 0, and in region 3 also potential is 0. In region 2 the potential is v0. That means ഈ മൈനസ് ഇൻഫിനിറ്റി എന്നൊരു പാർട്ടിക്കിൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ റീജിയനിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു പാർട്ടിക്കിൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിൾ ഒരു ബാരിയർ ഒരു പൊട്ടൻഷ്യൽ ഓവർകം ചെയ്തിട്ട് വേണം റീജിയൻ 3യിലേക്ക് എത്താൻ. റീജിയൻ 1ലുള്ള പാർട്ടിക്കിളിന് റീജിയൻ 3യിലേക്ക് കടക്കണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബാരിയർ ക്രോസ് ചെയ്തിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ആ ഒരു എക്സാമ്പിൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലിയും ക്ലാസിക്കലിയും ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. So given the potential v of x is equal to v0 for 0 less than or x less than a, and 0 for x less than 0 and 0 for x greater than a. This is for region 1, this is for region 2, and this is for region 3. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് മാസ് എം അപ്രോച്ചിങ് റീജിയൻ 1 എന്ന് വിചാരിക്കുക. കൺസിഡർ എ സ്ട്രീം ഓഫ് particles or a single particle of mass m approaching a barrier of height means the value of the potential ആണ് ഉദ്ദേശിച്ചത്, v0, and width a from left. Suppose the total energy of the particle, if energy of the particle E is greater than V0,
ഇത് വരുന്ന പാർട്ടിക്കിളിന് ഈ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതൽ എനർജി ഉണ്ട്, സഫീഷ്യൻറ്റ് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക, സഫീഷ്യൻറ്റ് കൈനറ്റിക് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ it is very easy to go to the particle from region 1 to region 3. region 3ലേക്ക് ഈ ബാരിയറിനെ ക്രോസ് ചെയ്ത് region 2ൻ്റെ ഈ ബാരിയറിനെ ക്രോസ് ചെയ്ത് region 1ലേക്ക് region 3ലേക്ക് പോകാൻ പറ്റും. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ particle can easily pass through the barrier and there will be a non-zero probability for finding the particle in region 3. We can explain it using the basic tools of classical mechanics. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളുടെ മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ. സപ്പോസ് the energy of the incoming particles have E less than V0. That means the total kinetic energy of the particle is less than the barrier. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം അത്തരമൊരു പാർട്ടിക്കിളിനെ ഈ ബാരിയർ ഓവർകം ചെയ്ത് റീജിയൻ 3ലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇവിടെ വരുന്ന പാർട്ടിക്കിളുടെ എനർജി എന്ന് പറയുന്നത് ബാരിയർ ഹൈറ്റിനേക്കാളും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ വളരെ ഹൈറ്റ് കൂടിയ ഒരു മതിൽ ചാടിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മതിലിൻ്റെ ഹൈറ്റാണ് ഇവിടുത്തെ ബാരിയർ ഹൈറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹൈറ്റ് കുറഞ്ഞ ആൾ എത്ര ശക്തിയിൽ ചാടിയാലും അങ്ങോട്ട് എത്താനുള്ള സാധ്യത, അയാളുടെ എനർജി എന്ന് പറയുന്നത് ഈ ബാരിയർ ഹൈറ്റിനേക്കാളും കുറവാണെങ്കിൽ ഒരിക്കലും, അയാളുടെ കൈനറ്റിക് എനർജി ബാരിയർ ഹൈറ്റിനേക്കാളും കുറവാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് അപ്പുറത്തെ റീജിയനിലേക്ക് ജമ്പ് ചെയ്ത് എത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? റീജിയൻ 1ൽ വരുന്ന പാർട്ടിക്കിൾ റിഫ്ലക്റ്റ് ചെയ്ത് റീജിയൻ തിരിച്ചു വരും. കാരണം ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ എനർജി പൊട്ടൻഷ്യൽ എനർജി, ലെസ് ദാൻ ദ ബാരിയർ ഹൈറ്റ്. സോ പാർട്ടിക്കിൾ വിൽ റിഫ്ലക്ട് ബാക്ക്. there will not be any transmitted wave in region 2 and 3. Understood? Okay, so we can if the classically particles will reflected in region 1 and there will not be any transmitted wave. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിക് ടൂളുകൾ വെച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് റീജിയൻ 1ലുള്ള പാർട്ടിക്കിളിനെ റീജിയൻ 3ൽ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കലി ഈ റീജിയൻ 3ലുള്ള പാർട്ടിക്കിളിനെ റീജിയൻ 1ലുള്ള പാർട്ടിക്കിൾ റീജിയൻ 3ൽ എത്താനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. ദർ വിൽ ബി എ നോൺ സീറോ പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ റീജിയൻ 3. സോ ബട്ട്
quantum mechanically there will be a finite probability of finding the particle in region 3. That means you can observe some transmitted wave in region 3. Okay, so there is one incident wave. In region 1 there is one incident wave. Some part of the particles will reflect back, so there will be a reflected wave. And in region 3 you can also find out a transmitted wave due to the quantum mechanical tunneling. This phenomena is called quantum mechanical tunneling. ഇത് ഒരുപാട് ഫിസിക്സിൽ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വളരെ ടണലിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പല ഫിനോമിനകളിലും, എസ്പെഷ്യലി ന്യൂക്ലിയർ ഫിനോമിനകളിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വെച്ചിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പല സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റുകളിലും ഇത്തരത്തിലുള്ള ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല, നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്താണെന്ന് പഠിച്ചു. നമുക്ക് ക്വാണ്ടം മെക്കാനിക്കലി റീജിയൻ 3 ഒരു ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ദെയർ വിൽ ബി എ നോൺ സീറോ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. സോ ക്വാണ്ടം മെക്കാനിക്കലി there will be a non-zero transmission coefficient. That transmission coefficient is simply represented as the ratio of the transmitted flux to the incident flux. നമ്മൾ ഈ പ്രോബ്ലത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ഇൻസിഡൻറ്റ് വേവിൻ്റെയും ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും ക്ലിയറായി. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓരോ റീജിയനിലായിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇത് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് കേസായിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്ന ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള E less than V0 കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. സോ വി വിൽ ഫസ്റ്റ് ഡിസ്കസ് ദ കേസ് 1, E less than V0. ഓക്കെ, സോ ക്ലാസിക്കലി ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ടാവില്ല. ക്വാണ്ടം മെക്കാനിക്കലി ഒരു ട്രാൻസ്മിറ്റഡ് വേവും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് റീജിയൻ 1 നിന്ന് റീജിയൻ 2ലേക്കും പിന്നീട് റീജിയൻ 3ലേക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അല്ലെങ്കിൽ ഈ ബാരിയറിനെ ഓവർകം ചെയ്ത് ഇൻസിഡൻറ്റ് ഫസ്റ്റ് റീജിയൻ 1ലുള്ള പാർട്ടിക്കിളിനെ റീജിയൻ 3ൽ നിങ്ങൾക്ക് കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ റീജിയൻ 1 വി വിൽ ഫസ്റ്റ് ഡിസ്കസ് റീജിയൻ 1. ഇൻ റീജിയൻ 1 you can put this as equation number 1. In region 1 v of x is equal to 0. എല്ലാവർക്കും അറിയാം. So you can apply time independent Schrodinger equation. Time independent Schrodinger equation minus h cross square divided by 2m d square ue of x divided by dx square plus v 0 ആണ്. അപ്പോൾ 0 into ue of x is equal to e ue of x. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, d square
ue of x divided by dx square is equal to minus 2me divided by h cross square into ue of x എന്ന് എഴുതാം. You can put 2me divided by h cross square as k square, so that is equal to minus k square ue of x. k square എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ue of x divided by dx square plus k square ue of x is equal to 0. You can put this as equation number 1a. Okay, so ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ പണ്ടും വളരെ ഡിസ്കസ് ചെയ്തതാണ്. സൊല്യൂഷൻ ഓഫ് 1a becomes, നമുക്ക് എം സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ എം ഇസ് ഈക്വൽ ടു മൈനസ് പ്ലസ് ഓർ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം. സോ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ കെ എക്സും ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സും ആയിരിക്കും രണ്ട് സൊല്യൂഷൻസ്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഞാൻ ഇവിടെ എഴുതുന്നത് ഈ രൂപത്തിലാണ്: ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് എ ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ്. ഞാനിവിടെ എ ചൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ളത് 1 എന്നുള്ള രീതിയിൽ കിട്ടാവുന്ന രീതിയിൽ. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലൈസബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ എ ഇ റൈസ് ടു നമ്മൾ വി ഹാവ് സെലക്റ്റഡ് എ ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് യു ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് ഈസ് നോർമലൈസ്ഡ്. അങ്ങനെ നമുക്ക് ഏത് രൂപത്തിലുള്ള എ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ രണ്ട് കോൺസ്റ്റൻറ്റുകൾ എയും ബി ആയിട്ടാണ് സാധാരണ എഴുതാറുള്ളത്. ഞാൻ ഇവിടെ ഫോർ സിംപ്ലിസിറ്റി വി പുട്ട് the coefficient of first term, so amplitude of the first term as 1. This is actually the incident wave, e raised to ikx. This is the reflected wave. നമുക്കറിയാം E ലെസ് ദാൻ വി സീറോ ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ കുറേ പാർട്ടിക്കിൾസ് കുറേ ആ ബൗണ്ടറിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. സോ ദെയർ വിൽ ബി എ റിഫ്ലക്റ്റഡ് വേവ്. സോ ദിസ് റെപ്രസെൻറ്റ്സ് എ റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് an incident wave. You can put this as equation number 1 for x less than 0. Okay. Incident wave. So incident wave in the amplitude എന്ന് പറയുന്നത് ഞാൻ 1 ആക്കി ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. Okay. Then in region 2 again E less than V0. നമ്മൾ ആ കേസാണ് ഡിസ്കസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റീജിയൻ 2 എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി സീറോ ഇൻറ്റു യു ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു യു ഇ ഓഫ് എക്സ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ minus h cross square divided by 2m d square ue of x divided by dx square is equal to e minus v0 into ue of x. Here e is less than 0. Sorry, v0. So e minus v0 is a negative quantity. Okay. അപ്പോൾ നമുക്ക് rearrange ചെയ്യുമ്പോൾ d square ue of x divided by dx square is equal to minus 2m into e minus v0 divided by h cross square into ue of x. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം: d square ue of x divided by dx square is equal to 2m into v0 minus e divided by h cross square into ue of x. So 2m into v0 minus e divided by h cross square എന്ന് പറയുന്നത് e less than v0 ആയതുകൊണ്ട് തന്നെ it will be a positive quantity. Okay.
അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റിയൽ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അതിനെ യു പുട്ട് ദിസ് ആസ് ആൽഫ സ്ക്വയർ. ആൽഫ സ്ക്വയർ യു ഇ ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു v0 മൈനസ് ഇ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് എന്ന് കൊടുക്കും. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് d square ue of x divided by dx square minus alpha square ue of x is equal to 0. Okay, for 0 less than x less than a. You can put this as equation number 3 and you can put this as equation number 3a. Okay. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? എം സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ, എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആൽഫ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് റൂട്ട് എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സും ഇ റേസ് ടു മൈനസ് ആൽഫ എക്സും വരും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് സി ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ്. അപ്പോൾ ഇവിടെ രണ്ട് ടേം ഉണ്ട് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെ രണ്ട് ടേമുകൾ വന്നപ്പോൾ ഒരു ടേമിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വരും. പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യലാണ്. ബാരിയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് വിഡ്ത്ത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേമുകളും വരും. ദിസ് ഈസ് ആൻ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇൻക്രീസിങ് എക്സ്പോണൻഷ്യലി. And this term represent it decreases exponentially. Okay, ഈ രണ്ട് എക്സ്പോണൻഷ്യൽ ടേമുകളും ഇവിടെ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനിൽ പോസിബിൾ ആയിട്ട് തന്നെ വരും. അതായത് റീജിയൻ 1 നമുക്ക് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ റീജിയൻ 1 ഒരെണ്ണം റീജിയൻ 2 ഒരു വേവും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മറ്റൊരു വേവുമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷനും എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദീസ് ടു ഫംഗ്ഷൻസ് ആർ ആക്സെപ്റ്റബിൾ ഇൻ ദിസ് കേസ് both these two functions are acceptable. These two functions are acceptable. Acceptable because the barrier is of finite extent. Barrier is of finite extent. Okay, clear ആയി വിചാരിക്കുന്നു. You can put this as equation number 4. You can take this equation as equation number 4. Then region 3. Region 3 എങ്ങനെയാണ് നമുക്ക് വരിക? റീജിയൻ 3 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ എ ആണ്. അവിടെ വി ഓഫ് എക്സ് എത്രയാണ്? 0 ആണ്. അപ്പോൾ പഴയ രൂപത്തിൽ തന്നെ പഴയ സൊല്യൂഷൻ പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ യു ഇ ഓഫ് എക്സ്. സോ ഡി സ്ക്വയർ യു ഇ ഓഫ് എക്സ് divided by dx square is equal to minus 2me divided by h cross square into ue of x. That is equal to again minus k square ue of x. So d square ue of x divided by dx square plus k square ue of x is equal to 0. Equation number 5. So the solution will become ue of x is equal to d e raised to ikx plus f e raised to minus ikx. This term എന്ന് പറയുന്നത് ഒരു ഔട്ട്വേർഡ് വേവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് റീജിയൻ 3.
Region 3 എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ദിസ് ടേം. ഇത് ഇൻവേർഡ് വേവിനെയാണ്, തിരിച്ചു വരുന്ന വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു ക്യാൻ നെഗ്ലക്ട് ദിസ് ടേം. സോ ദ സൊല്യൂഷൻ വിൽ ബി d e raised to I kx. There only one wave is there, one transmitted wave is there. No reflected wave. So we can neglect this term. So the solution UE of x is equal to d e raised to I kx for x greater than a. Equation number 6. Okay. അപ്പോൾ നമ്മൾ 3 റീജിയൻ പറഞ്ഞു. റീജിയൻ 1 പറഞ്ഞു, റീജിയൻ 2 പറഞ്ഞു, റീജിയൻ 3 വന്നു. അതിൽ 3-4 ആർബിട്രറി കോൺസ്റ്റന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ആർബിട്രറി കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി ആ കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയുമ്പോൾ വി ഹാവ് ഡിസ്കസ് ദാറ്റ് the transmission coefficient is a non-zero, and the transmission coefficient can be represented as, in this case it is modulus d square. നമ്മൾ ട്രാൻസ്മിറ്റഡ് വേവ് എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത് e raised to I kx plus a e raised to minus I kx. This is the representation of the wave function in region 1. This is the incident wave and this is the reflected wave. And in region 2, solution become exponential, b e raised to alpha x plus c e raised to minus alpha x. And in region 3, the solution becomes again oscillatory, e raised to I kx. Okay, clear? Then the transmission coefficient can be represented as modulus d square divided by 1 എന്ന് വരും. ഇവിടെ ഇൻസിഡൻറ്റ് ഫ്ലക്സിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ ഇൻസിഡൻറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 1 വരും. സോ മോഡുലസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി എന്ന് പറയും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് മോഡുലസ് ഡി സ്ക്വയർ. അപ്പോൾ ആ മോഡുലസ് ഡി സ്ക്വയർ കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം. ഡി അതുപോലുള്ള മറ്റ് ആർബിട്രറി കോൺസ്റ്റന്റുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ, അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് നമ്മൾ എടുത്തേണ്ട കോൺസ്റ്റന്റുകൾ, അൺനോൺ കോൺസ്റ്റന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ അൺനോൺ കോൺസ്റ്റന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വി വിൽ അപ്ലൈ ദ continuity of the wave function in region at x is equal to 0 and x is equal to a. ഈ രണ്ട് റീജിയനിൽ കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുന്നു. വേവ് ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും കഴിഞ്ഞ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വേവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ് തന്നെ വീണ്ടും ഇവിടെ അഡോപ്റ്റ് ചെയ്യാണ്. സോ വി വിൽ അപ്ലൈ ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 for the wave function and its first derivative. We will also apply the continuity at x is equal to a for the wave function and also for its first derivative. And we will write 4 equations. Using these 4 equations, we will find out the value of d and a. And we can easily find out, we will find out the value of d, a, b and c. And then we can easily find out the transmission coefficient. And also there is one term which is called the reflection coefficient. Reflection coefficient in this case is can be represented as, നമുക്കറിയാം റിഫ്ലക്ഷൻ, നമുക്കൊരു റീജിയൻ ഉണ്ടെന്ന് വിചാരിച്ചോ. വളരെ ലളിതമായിട്ടൊരു ഇൻസിഡൻറ്റ് വേവ് വരുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് വേവ്, this is the reflected wave, this is the transmitted wave. So ഇൻസിഡൻറ്റ് വേവ് വരുന്നു, അതിൽ കുറച്ച് ഭാഗം റിഫ്ലക്റ്റഡ് വേവ്സ് ആയിട്ട് മാറുന്നു, ബാക്കി കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റഡ് വേവ് ആയിട്ട് മാറുന്നു. സോ യു ക്യാൻ റൈറ്റ് the reflection coefficient, the sum of reflection coefficient and transmission coefficient will be equal to 1. So you can simply write it as r is equal to 1 minus t. Using this relation, we can also find out the reflection coefficient r. So in this problem, we will find out the reflection coefficient as well as the transmission coefficient. Okay, using the boundary conditions that we have applied, using the continuity of wave function and the
and its first derivative at x is equal to 0 and x is equal to a. Okay. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആ പൊട്ടൻഷ്യൽ ഒന്നും കൂടി റെപ്രസെൻ്റ് ചെയ്യാണ്. x is equal to 0, x is equal to a. This is v0. We are plotting a graph between v of x and x. So this is the region 1 and this is the region 3 and this is the region 2. So in this case x is equal to 0, here x is equal to a. Okay. Applying continuity of ue of x at x is equal to 0. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ റീജിയൻ 1ലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e റൈസ് ടു ഐ കെ എക്സ് പ്ലസ് എ ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് ആണ്. റീജിയൻ 2ലെ ബി ഇ റൈസ് ടു ആൽഫ എക്സ് പ്ലസ് സി ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് എന്നാണ്. ഇവിടെ എക്സ് ഇസ് ഇക്വൽ ടു 0 ആണ്. അപ്പോൾ 0 എന്ന് കൊടുക്കുക, ഇൻറ്റു 0 ആണ് കണ്ടിന്യൂറ്റി. റീജിയൻ 1ലെയും റീജിയൻ 2ലെയും സൊല്യൂഷൻസ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. എക്സ് ഇസ് ഇക്വൽ ടു ബൗണ്ടറിയിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇ റൈസ് ടു ഐ കെ 0 പ്ലസ് എ ഇ റൈസ് ടു മൈനസ് ഐ കെ 0 എന്ന് എഴുതാം. സോ ഇ റൈസ് ടു ഐ കെ 0 എന്ന് പറയുന്നത് 1 വരും, 1 പ്ലസ് എ എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. സോറി 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി. നമ്മൾ ആർ പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1 എഴുതിയിട്ടുണ്ട്. യു ക്യാൻ പുട്ട് ദിസ് ആസ് ഓർ നമ്മൾ 2-3 ഇക്വേഷൻസ് എഴുതാൻ വിട്ടുപോയി. ടി ഇസ് ഈക്വൽ ടു മോഡുലസ് ഡി സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 7, and r is equal to, you can also write it as modulus a square divided by 1, which is equation number 8, or r can be written as 1 plus t, which is equation number 9, and this can be written as equation number 10. Okay, clear? ഞാൻ ഈ വേവ് ഫംഗ്ഷൻസ് ഒന്ന് ഇവിടെ എഴുതി വെക്കട്ടെ. റീജിയൻ 1ലെ വേവ് ഫംഗ്ഷൻസ് ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് എ ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ്, ആൻഡ് റീജിയൻ 2ലെ ബി ഇ റൈസ് ടു ആൽഫ എക്സ് പ്ലസ് സി ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ്, ആൻഡ് ഇൻ റീജിയൻ 3 ഡി ഇ റൈസ് ടു ഐ കെ എക്സ്. ഓക്കെ, ദീസ് ആർ ദ സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡി യു ഇ ഓഫ് എക്സ് ബൈ ഡി എക്സ് ഇൻ റീജിയൻ 1 എന്ത് വരും? നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐ കെ ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് മൈനസ് എ ഐ കെ ഇ റൈസ് ടു ഐ കെ എക്സ്, and due of x divided by dx in region 2 can be written as alpha b e raised to alpha x minus alpha c e raised to minus alpha x. Okay. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്ലൈങ് continuity at x is equal to 0, we can write ik minus ika e raised to ikx എന്ന് പറയുമ്പോൾ e raised to 0 വരും, 1 വരും. ഇവിടെയും e raised to ikx എന്ന് പറയുന്നത്
ഇവിടെ മൈനസ് ഐ കെ എക്സ് ആണ് തെറ്റിയതാണ്. ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് എന്ന് പറയുന്നത് 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബി മൈനസ് ആൽഫ സി. സോ ഐ കെ ഇൻറ്റു 1 മൈനസ് എ ik minus ika is equal to alpha b minus alpha c, which is equation number 11. Or ik into 1 minus a is equal to alpha b minus alpha c. Ini we will apply the continuity for ue of x at x is equal to a. അപ്പോൾ റീജിയൻ 2ലെയും റീജിയൻ 1ലെയും 3ലെയും വേവ് ഫംഗ്ഷൻ ആണ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുക. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് b e raised to alpha a plus c e raised to minus alpha a is equal to d e raised to ik, which is equation number 12. And we can apply equation of continuity for its first derivative. So you can write it as due of x divided by dx in region 2 is alpha b e raised to alpha x minus alpha c e raised to minus alpha x, and due of x divided by dx in region 3 is ikd e raised to ikx. So you apply continuity, applying continuity at x is equal to a for due of x divided by dx, we can write alpha b e raised to alpha a minus alpha c e raised to minus alpha a is equal to ikd e raised to ika, which is equation number 13. So we got 4 equations, equation 10, 11, 12 and 13. Okay. ഞാൻ ഒന്നുകൂടി ആ ഇക്വേഷൻ ഒന്ന് എഴുതട്ടെ. One plus a is equal to b plus c, equation number 10. And equation number 11, ik minus ika is equal to alpha b minus alpha c, equation number 11. And equation number 12, b e raised to alpha a plus c e raised to minus alpha a is equal to d e raised to ik, equation number 12. Equation number 13 എന്ന് പറയുന്നത് alpha b e raised to alpha a minus alpha c e raised to minus alpha a is equal to ikd e raised to ik. Okay. Equation number 13. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ശ്രമിക്കുന്നത്. സോ ഇക്വേഷൻ നമ്പർ 12നെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ത്രൂ ഔട്ട് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ ബി ഇ റേസ് ടു ആൽഫ എ പ്ലസ് ആൽഫ സി ഇ റേസ് ടു മൈനസ് ആൽഫ എ ഈക്വൽ ടു ആൽഫ ഡി ഇ റേസ് ടു ഐ കെ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 12നെ ഞാൻ ആൽഫ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു, വ്യത്യാസമൊന്നും വന്നില്ല. ഇക്വേഷൻ നമ്പർ 12 തന്നെ. പിന്നെ ഇക്വേഷൻ നമ്പർ 13 വീണ്ടും എഴുതുക. ആൽഫ ബി ഇ റേസ് ടു ആൽഫ എ മൈനസ് ആൽഫ സി ഇ റേസ് ടു മൈനസ് ആൽഫ എ
is equal to IKD e raised to IK, which is equation number 13. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ചെയ്യും. സോ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 ആൽഫ ബി e raised to alpha a is equal to IK plus t, IK plus alpha into d e raised to IK. So അതിൽ b നമുക്ക് ഇങ്ങനെ എഴുതാം, d by 2 alpha alpha plus IK into e raised to IK minus alpha into a. e raised to alpha ഡിനോമിനേറ്ററിലേക്ക് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ e raised to minus alpha എന്ന് വരും. അപ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ ബി, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 14. ഇക്വേഷൻ നമ്പർ 14 കിട്ടി. ഓക്കെ, ബി കിട്ടി. ബിനെ നമ്മൾ ഡിയുടെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യും. ദെൻ സബ്ട്രാക്ടിങ് ദീസ് ടു ഇക്വേഷൻ എന്ത് വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൽഫ സി ഇ റൈസ് ടു മൈനസ് ആൽഫ എ പ്ലസ് ആൽഫ സി ഇ റൈസ് ടു മൈനസ് ആൽഫ എ. ആ ടൈം അവിടെ നിൽക്കും. ആൽഫ മൈനസ് ഐ കെ into d e raised to ik. So that can be written as 2 alpha c e raised to minus alpha a is equal to alpha minus ik into d e raised to ik. So c is equal to d by 2 alpha into alpha minus ik into d e raised to ik. ഇക്വേഷൻ നമ്പർ 15. ഇക്വേഷൻ നമ്പർ 14 ഓർമ്മയുണ്ടാവും. ബി ഈസ് ഈക്വൽ ടു ഡി ബൈ 2 ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് ഐ കെ ഇ റൈസ് ടു ഐ കെ എ ഇവിടെ തെറ്റിയിട്ടുണ്ട്. ഇ റൈസ് ടു ഐ കെ പ്ലസ് ആൽഫ ഇൻറ്റു എ എന്ന് എഴുതണം. ഇവിടെ ഇ റൈസ് ടു ഐ കെ മൈനസ് ആൽഫ ഇൻറ്റു എ. So B യും C യും കിട്ടി. B is equation number 14 and C is equation number 15. Substitute equation number 14 and 15 in equation number 11. 11 ഇതാണ്. Okay. So you just substitute equation number 14 and 15 in equation number 11. Substituting equation number 14 and 15 in equation number 11. 11 എന്ത് വരും? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ കെ ഇൻറ്റു 1 മൈനസ് എ is equal to ആൽഫ ബി. സോ ആൽഫ ഇൻറ്റു ഡി ബൈ 2 ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് ഐ കെ ഇ റൈസ് ടു ik minus alpha into a minus alpha into d by 2 alpha into alpha minus ik e raised to ik plus alpha into a എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫയും വെട്ടിപ്പോവും രണ്ട് കേസിലും. നമുക്ക് d e raised to ik യെ പുറത്തേക്ക് എടുത്താൽ ഡി ഇ റൈസ് ടു ഐ കെ എ എല്ലാ ടൈമിലും ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കും. ഡി ഇ റൈസ് ടു ഐ കെ എ പുറത്തേക്ക് എടുത്താൽ ദ റിസൾട്ട് വിൽ ബി ആൽഫ പ്ലസ് ഐ കെ ഇ റൈസ് ടു മൈനസ് ആൽഫ എ മൈനസ് ആൽഫ മൈനസ് ഐ കെ ഇ റൈസ് ടു ആൽഫ എ. ആണ് റിലേഷൻ. ഓക്കെ, this is, so 1 minus a can be written as d e raised to I k a divided by
ഇവിടെ ഒരു 2 ഉണ്ട്, നമ്മൾ ആ 2 വിട്ട് പോയതാണ്. ഇതിവിടെ ഡി റേസ് ടു ഐ കെ എ, ഇവിടെ 2 ഉണ്ട്, ആൽഫ വിട്ട് പോകുമ്പോൾ രണ്ടിലും 2 വരും. 2 ഇൻറ്റു ഇവിടെ ഒരു ഐ കെ വരും. ഓക്കെ, സോ ഡി ഡിവൈഡഡ് ബൈ 2ik e raised to ika into alpha plus ik into e raised to minus alpha a minus alpha minus ik into e raised to alpha a എന്ന് എഴുതാം. ഓക്കെ, ഇതാണ്. അപ്പോൾ എ എന്ത് വരും? എ എന്ന് പറയുമ്പോൾ എനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1 മൈനസ് ഡി ഇ റൈസ് ടു ഐ കെ എ ഡിവൈഡഡ് ബൈ 2ik ബ്രാക്കറ്റ് ആൽഫ പ്ലസ് ഐ കെ e raised to minus alpha a minus of alpha minus ik e raised to alpha a. Okay, equation number 16 എന്ന് കൊടുക്കും. ഇപ്പോൾ എ കിട്ടി. നമ്മൾ എനെ ഡിയുടെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്തു. യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 16 ഇൻ ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ നമ്പർ 16 എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 10 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് എ ഇസ് ഇക്വൽ ടു ബി പ്ലസ് സി എന്നാണ്. അപ്പോൾ 1 പ്ലസ് 1 മൈനസ് ഡി ഇ റൈസ് ടു ഐ കെ എ